കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം പാരഗ്രാഫ് 31. ദൈവത്തെ അറിയുന്നതിനുള്ള വഴികൾ. ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവത്തിന്റെ മറ്റ് സൃഷ്ടികളായ ജീവനില്ലാത്ത കല്ലിൽ നിന്നും മണ്ണിൽ നിന്നും ജീവനുള്ള സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ദൈവത്തിന്റെ ഛായയിലാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത്. എന്താണ് മനുഷ്യനെ ദൈവത്തിന്റെ മറ്റു സൃഷ്ടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? അറിയാനും സ്നേഹിക്കാനുമുള്ള ഒരു സൂപ്പർ നാച്ചുറൽ കഴിവ്. അറിയാനുള്ള മനുഷ്യന്റെ കഴിവിന് ഒരു ഉദാഹരണം കാണാം. ഒരു ത്രികോണം അഥവാ ട്രയാങ്കിൾ എടുക്കുക. ഈ ത്രികോണത്തിന്റെ ഏരിയയുടെ ഫോർമുല നിങ്ങൾ മനസ്സിലാക്കുന്നു. പിന്നീട് നിങ്ങൾ ചെറിയ ത്രികോണങ്ങൾ കാണുന്നു, വലിയ ത്രികോണങ്ങൾ കാണുന്നു, ത്രികോണത്തിന്റെ രൂപത്തിലുള്ള കെട്ടിടങ്ങൾ കാണുന്നു, വെള്ളത്തിൽ ഒരു ത്രികോണം വരച്ചു കാണിക്കുന്നു. ഈ ത്രികോണങ്ങളുടെ എല്ലാം ഏരിയയുടെ ഫോർമുല എന്താണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ആവശ്യപ്പെട്ടു എന്ന് കരുതുക. ഈ ത്രികോണങ്ങളുടെ എല്ലാം ഏരിയയുടെ ഫോർമുല നേരത്തെ നിങ്ങൾ മനസ്സിലാക്കിയ ത്രികോണത്തിന്റെ ഏരിയയുടെ ഫോർമുല തന്നെയാണ് എന്ന് ബന്ധപ്പെടുത്തി മനസ്സിലാക്കാൻ മനുഷ്യന് മാത്രമേ കഴിയുകയുള്ളൂ. ഇതാണ് മനുഷ്യന് ദൈവം നൽകിയിട്ടുള്ള അറിയാനുള്ള സൂപ്പർ നാച്ചുറൽ കഴിവ്. ഇനി മനുഷ്യനെ വ്യത്യസ്തമാക്കുന്നത് സ്നേഹിക്കാനുള്ള അവന്റെ കഴിവാണ്. ഉദാഹരണമായി, ഹിറ്റ്ലറിന്റെ കാലത്ത് യഹൂദരെ കൂട്ടക്കൊല ചെയ്തിരുന്നപ്പോൾ പല യഹൂദരെയും ക്രിസ്ത്യാനികൾ സംരക്ഷിച്ചിരുന്നു. കണ്ടുപിടിക്കപ്പെട്ടാൽ തങ്ങളെ ക്രൂരമായി ഇല്ലാതാക്കും എന്നറിഞ്ഞിട്ട് തന്നെ. എവിടെ നിന്നാണ് ഈ സൂപ്പർ നാച്ചുറൽ സ്നേഹം അവർക്ക് ലഭിച്ചത്? ഒരു സൂപ്പർ നാച്ചുറൽ പവറായ ദൈവത്തിൽ നിന്ന് തന്നെ. ഇപ്രകാരം ദൈവത്തിന്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യന് അവിടത്തെ അറിയാനും സ്നേഹിക്കാനുമായി അവന്റെ ഉള്ളിൽ വലിയൊരു ദാഹമുണ്ട്. ഈ ദാഹം ശമിപ്പിക്കാനായി ദൈവത്തെ അറിയുന്നതിനുള്ള ചില മാർഗങ്ങൾ അവൻ കണ്ടെത്തുന്നു. ഈ കണ്ടെത്തുന്ന മാർഗങ്ങളെയാണ് ദൈവാസ്തിത്വത്തിന്റെ അഥവാ ദൈവമുണ്ട് എന്നതിന്റെ തെളിവുകളായി വിളിക്കുന്നത്. എന്നാൽ ഈ തെളിവുകൾ പ്രകൃതിശാസ്ത്രങ്ങൾക്കനുസൃതമായ തെളിവുകളായിട്ടല്ല നാം മനസ്സിലാക്കുന്നത്. അതായത്, രസതന്ത്രശാലയിൽ അയോഡീനും സ്റ്റാർച്ചും കൂടിച്ചേരുമ്പോൾ നീല കളർ ഉണ്ടാകുന്നു. എന്നാൽ ശാസ്ത്രത്തിന്റെ മറ്റൊരു രീതി തന്നെയാണ് ഇവിടെയും സ്വീകരിക്കുന്നത്. അതായത്, ശരിയായ ബോധ്യം നൽകുന്ന അനേകം വാദമുഖങ്ങൾ എടുത്ത് കൂട്ടിയോജിപ്പിക്കുമ്പോൾ അഥവാ സമന്വയിപ്പിക്കുമ്പോൾ ഒരേ ഉത്തരത്തിലോട്ട് എത്തിച്ചേരും. ഉദാഹരണം പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. നിങ്ങൾ ഒരു ആൾമാറാട്ടക്കാരനാണെന്ന് പോലീസ് സംശയിക്കുന്നു എന്ന് കരുതുക. നിങ്ങൾ തന്നെയാണെന്ന സത്യം എങ്ങനെ പോലീസ് മനസ്സിലാക്കും? പോലീസ് നിങ്ങളുടെ ബാല്യകാലം ചെലവഴിച്ച വീട്ടിൽ നിന്ന് ചില തെളിവുകൾ എടുക്കും. അതൊരു ബോധ്യമരുളുന്ന വാദമുഖം. നിങ്ങളുടെ സ്കൂളിൽ നിന്നുള്ള ചില രേഖകൾ എടുക്കും. അത് മറ്റൊരു വാദമുഖം. നിങ്ങളുടെ റേഷൻ കാർഡ്, ഇലക്ഷൻ കാർഡ്, നിങ്ങളുടെ അയൽവക്കക്കാർ നൽകുന്ന തെളിവുകൾ, ഇങ്ങനെ ബോധ്യമരുളുന്ന അനേകം വാദമുഖങ്ങൾ സമന്വയിപ്പിച്ച് നിങ്ങൾ ഒരാൾ മാറാട്ടക്കാരനല്ല എന്ന സത്യത്തിന് പോലീസിന് ഉറപ്പ് ലഭിക്കുന്നു. ഇങ്ങനെ ദൈവമുണ്ടെന്ന് ബോധ്യമരുളുന്ന അനേകം വാദമുഖങ്ങൾ കൂട്ടിയോജിപ്പിച്ച് ദൈവം എന്ന സത്യത്തിന് ഉറപ്പ് ലഭിക്കുന്നു. ദൈവമെന്ന സത്യത്തെപ്പറ്റി ശരിയായ ഉറപ്പ് ലഭിക്കുന്നതിന് പല മാർഗങ്ങൾ മനുഷ്യന് സൃഷ്ടിയിൽ നിന്ന് തന്നെയാണ് ലഭിക്കുന്നത്. അതായത്, ഭൗതിക പ്രപഞ്ചത്തിൽ നിന്നും സൃഷ്ടിയുടെ മകുടമായ മനുഷ്യനിൽ നിന്നും. ഭൗതിക പ്രപഞ്ചത്തിൽ നിന്ന് എങ്ങനെയാണ് ദൈവമുണ്ട് എന്നതിന്റെ തെളിവുകൾ ലഭിക്കുന്നത് എന്നത് അടുത്തതിൽ നമുക്ക് കേൾക്കാം.